ഇന്ന് നമ്മുടെ പുതിയ സൈറ്റിൽ പൈപ്പടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ നാട്ടിലൊക്കെ ജംഗ്ഷൻ ബോക്സ് വെക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഏകദേശം 10 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയും 10x10 മെറ്റൽ ബോക്സാണ് നമ്മൾ സീലിങ്ങിൽ ജംഗ്ഷൻ ബോക്സിന് പകരം വയ്ക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള അൽക്കത്തിൻ പൈപ്പിൻ്റെ വേറൊരു മോഡലാണ് ഈ പൈപ്പ്. ഇതിൻ്റെ പേര് നമ്മൾ ബെഞ്ചറോസ് എന്ന് പറയുന്നു. സൈസ് വരുന്നത് 25 mm ആണ്. ഇതിൻ്റെ 25 mm ഉണ്ട്, 20 mm ഉണ്ട്. അപ്പോൾ ക്ലിപ്പൊക്കെ ചെയ്ത് ഇതൊരു ഹോട്ടലിൻ്റെ വർക്കാണ്. നമുക്ക് തറയിൽ കൂടെയും പൈപ്പ് ഇടാൻ ഡാമേജും കാര്യങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് തറയിൽ കൂടെ പൈപ്പ് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഫുൾ പൈപ്പ് സീലിങ്ങിലൂടെ റൂട്ട് ചെയ്തേക്കുകയാണ്. ഇത് ജസ്റ്റ് അവിടെ ഈ വെക്കുന്ന ബോക്സിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ഡോറുണ്ട്. അപ്പോൾ എക്സിറ്റ് ലൈറ്റും പിന്നെ ഔട്ട് സൈഡിലോട്ടുള്ള ലൈറ്റിനുമൊക്കെ വേണ്ടിയുള്ള ബോക്സാണ് വയ്ക്കുന്നത്. ഇത് സൈസ് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 10x10 ആണ് വരുന്നത്. മെറ്റൽ ബോക്സാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് എർത്ത് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും മെറ്റൽ ബോക്സ് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സ്പാർക്കാവും, ഷോർട്ടാവും. അത് പ്രശ്നമില്ല. അതിന് പകരം നമ്മൾ എർത്ത് ബോക്സിനകത്ത് ലൂപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ബെഞ്ചറോസ് നമ്മളെ നാട്ടിൽ അൽക്കത്തിൻ പൈപ്പ് സെയിം രീതി തന്നെയാണ്. അത് നമ്മൾ സ്റ്റഡിയായിട്ട് അടിക്കുമ്പോൾ അത്ര ഫിനിഷിംഗ് ഒന്നും കിട്ടത്തില്ല, എങ്കിലും മാക്സിമം വൃത്തിയായിട്ട് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ സീലിങ്ങിൽ ഡ്രില്ലടിക്കുമ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസ് കേട്ടാണ് ഈ പൊടി താഴോട്ട് വരുമ്പം അലർജി പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം പലർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ ചെയ്ത കൂട്ടത്തിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. നമ്മൾ സിലിക്കോണിൻ്റെ ട്യൂബ് വരുന്നില്ലേ, വേസ്റ്റ് ട്യൂബ്, അത് വലിയ 6-ൻ്റെ ഡ്രിൽ ബിറ്റ്, നീളം കൂടിയ ഡ്രിൽ ബിറ്റ് എടുക്കണം. അതിനുശേഷം നമുക്ക് 6-ൻ്റെ ഫിഷറിന് ആവശ്യമായ എത്ര ലെങ്ത് വേണം ആ ഒരു സ്പേസ് വിട്ടുകൊണ്ട് ബാക്കി കംപ്ലീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ടേപ്പ് അടിച്ചെടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡ്രില്ലടിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം എനിക്ക് ഉപകാരമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കി കളയാം. കാരണം ഇങ്ങനെ ചെയ്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പൊടി ചെറിയ രീതിക്ക് വരുമെങ്കിലും പൊടി സ്പ്രെഡായി താഴോട്ട് നമ്മളെ മുഖത്തൊന്നും വീഴത്തില്ല. ചെറിയ പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിലൊക്കെ ഡാമേജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം അതിൻ്റെ ഉള്ളിൽ സ്റ്റോറാവും. അതിന് ശേഷം നമുക്കത് ഒഴിവാക്കി കളയാവുന്നതേ ഉള്ളൂ. എനിക്കൊരുപാട് ഉപകാരമുള്ളൊരു കേസ് കേട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഇതിൻ്റെ പേരിൽ എന്നെ പൊങ്കാല ഇടാൻ ആരും വരരുത് പ്ലീസ്. നമ്മൾ പൈപ്പ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഫുള്ള് ലൈൻ മാർക്ക് ചെയ്തിട്ട് നൂലൊക്കെ കൊണ്ട് മാർക്ക് ചെയ്ത്, അപ്പോൾ അതിന് ശേഷമാണ് ക്ലിപ്പുകളെല്ലാം വയ്ക്കുന്നത്. പിന്നീട് പൈപ്പ് ഇതുപോലെ അടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇത് ശരിക്കും മറ്റേ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു പൈപ്പല്ല ഇത്. ആ കിടക്കുന്ന ചുമന്ന റോള് പോലുള്ള 50 മീറ്ററിൻ്റെ റോള് വരുന്നതാണ്. അത് നമ്മളിതുപോലെ മൂത്തടിക്കുമ്പോൾ കുറേയൊക്കെ വിറ്റ് കിട്ടാൻ പാട് തന്നെയാണ്. എന്നാൽ ചോദിക്കും 25-ൻ്റെ ബ്ലാക്ക് പൈപ്പ് കിട്ടത്തില്ലെന്ന് ചോദിക്കും. അതും കിട്ടും, പക്ഷേ നമുക്കിതിൽ കുറച്ചും കൂടെ എളുപ്പവുമാണ്. അത്യാവശ്യം വയറും കയറിപ്പോവും. ഈ കാണിക്കുന്ന ഇലക്ട്രിക് റൂമാണ്. ആ ഒരു പാർട്ട് കംപ്ലീറ്റ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ റൂമാക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇതൊരു ഹോട്ടലിൻ്റെ വർക്കാണ്. ഏകദേശം അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഹോട്ടൽ തന്നെയാണ്.